സഹൃദയരെ സ്നേഹികളെ, ബത്ലഹേം കുടുംബ യൂണിറ്റ് ഒറ്റ വാക്കിൽ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ഫീൽ ഗുഡ് മൂവി. നല്ല സിനിമ. തിയേറ്ററിൽ നിങ്ങൾക്ക് ഇപ്പം ഓണത്തിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഇതുവരെ ഇറങ്ങിയ 2 സിനിമകളാണ്. ഒന്ന് ഖലീഫ ഇത്, ഇനി ഐ ആം ഗെയിം വരാനുണ്ട്. ഫാമിലി ആയിട്ട് പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. കോമഡീസ് എല്ലാം വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് സിനിമയെ പറ്റി അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാനാതില്ല. നല്ല സിനിമ. ഡയറക്ടർ ഗിരീഷ് ഏടി, റൈറ്റേഴ്സും ഗിരീഷ് ഏടിയും, കിരൺ ജോഷി, നിവിൻ പോളി, മമത ബൈജു, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, വിനീത് വിശ്വൻ, മീനാക്ഷി രവീന്ദ്രൻ, വിനയ് ഫോർട്ട്, ജയശങ്കർ, ശ്യാമോഹൻ, സുരേഷ് കൃഷ്ണ, ഷമീർ ഖാൻ, അങ്ങനെ ഒരു വലിയ ബിന്ദു പണിക്കരുണ്ട്, എട്ടുകുൽ പ്രകാശ്, മഞ്ജുശ്രീ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഉള്ള സിനിമയാണ്. ആരും വെറുപ്പിച്ചിട്ടില്ല എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കോമഡീസ് എല്ലാം വർക്കായിട്ടുണ്ട്. ചില കോമഡികളൊക്കെ നല്ല രീതിക്ക് രസിക്കും. ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഫാമിലി ഓഡിയൻസ് ഒക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എടുത്ത് പറയാൻ വേണ്ടി അങ്ങനെ നമ്മൾ നെഗറ്റീവ് കണ്ടുപിടിച്ച് പറയത്തക്കായിട്ട് ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സിനിമയ്ക്കൊത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കട്ട്സ്, എഡിറ്റ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഉള്ള ഒരു മനോഹരമായ സിനിമ. വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നുമില്ല. നമ്മൾ കണ്ടു തന്നെയാണ് കഥ. അല്ല പ്രത്യേകിച്ച് അങ്ങനെ കഥയിലൊരു വ്യത്യാസമായിട്ടുള്ള സാധനമൊന്നുമല്ല. ക്രിസ്ത്യൻ ബേസ് ആണ്. പ്രായമുള്ള ഒരാൾ, ഇച്ചിരി താരതമ്യേന പ്രായങ്ങൾ 10-12 കേസ് ഗ്യാപ്പിലുള്ള ഒരു പെൺകുട്ടിയോട് തോന്നുന്നൊരു പ്രണയം. അതിൻ്റെ ഒരു ഇത് മുമ്പൊരു പ്രേമം ഉണ്ടായിരുന്ന ഒരുത്തൻ, അവൻ്റെ പ്രേമം ഫെയിലായി പോകുന്നു. അതിനുശേഷം കല്യാണം കഴിക്കാൻ നിൽക്കുന്നു. നിവിൻ പോളിക്ക് പറ്റിയ ക്യാരക്ടർ. പിന്നെ റോം കോം എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ ഒരു കുത്തകയാണല്ലോ. അതിൽ നിവിൻ പോളിയെ വെല്ലാൻ നിലവിൽ ഇപ്പോൾ ആരും ഇല്ല. അപ്പോൾ ആ ഒരു ജോണർ വളരെ ഈസി ആയിട്ട് നിവിൻ പോളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുള്ള എല്ലാ സാധനങ്ങളും വർക്ക് ആയിട്ടുണ്ട്. ഇവരുടെ മമത ബൈജുവിൻ്റെയും നിവിൻ പോളിയുടെ ആയിട്ടുള്ള സിങ്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ട് കേട്ടോ. നല്ല സിങ്ക് ആയിട്ടുണ്ട്. ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. മമത ബൈജുവിന് ഒട്ടുമിക്ക ആക്ടർമാരുമായിട്ടും സിങ്ക് വർക്കാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മമത ബൈജുവിൻ്റെ അഭിനയം ഭയങ്കര നാച്ചുറലാണ്. അതുപോലെ നിവിൻ പോളി അറിയാലോ, അഫ്കോഴ്സ് കോമഡിയൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് വരുന്ന ഒരു ആക്ടറാണ് നിവിൻ പോളി. ഇതിനകത്ത് സംഗീത് പ്രതാപ് ആണെങ്കിലും അതുപോലെ എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഡയലോഗ് ഡെലിവറി സ്റ്റൈലും ഒക്കെ ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല. എല്ലാം വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. വിനയ് ഫോർട്ട് ഉണ്ട്. വിനയ് ഫോർട്ടാണ് കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള സാധനം വന്നേക്കുന്നത്. പക്ഷേ വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രം വരുമ്പോൾ അയാൾക്ക് നമ്മൾ അങ്ങനെ പുതുമയുള്ളൊരു സാധനമായിട്ടല്ല, പക്ഷേ ഒരു മാമൻ അങ്കിളാണ് പുള്ളി നല്ല രസമായിട്ടുണ്ട്. അത് കോമഡിയാണ്. റോം കോം ആണല്ലോ. പിന്നെ നമ്മളെ ശ്യാമോഹനുണ്ട്. ശ്യാമോഹൻ ഇതിനകത്ത് സൈക്കോ ആണ് ഗൈസ്. അത് കോമഡിയാണ്. ശ്യാമോഹൻ്റെ കഥാപാത്രം സാറെ കിണറ്റിലൊക്കെ വീഴുന്നുണ്ട്. പുള്ളിയുടെ 1-2 സാധനങ്ങളൊക്കെ നല്ല രസമുണ്ട്. കൊള്ളാം. മൊത്തത്തിൽ സിനിമ കൊള്ളാം. എനിക്കങ്ങനെ വേറെ ഒന്നും സിനിമയെ പറ്റി അങ്ങനെ പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഫാമിലി ഓഡിയൻസിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ പിള്ളേരും കുട്ടികളൊക്കെ ആയിട്ട് പോയിരുന്ന് കണ്ട് വൈഫും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. സിനിമയിൽ അങ്ങനെ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ നല്ല രീതിക്ക് പടപടെ പോയി. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഭാഗം മാത്രം കുറച്ചൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് കഴിഞ്ഞെങ്കിൽ പിന്നെ അങ്ങ് പടം കയറി ഒരു സ്മൂത്തായിട്ട് ലീനിയർ ആയിട്ടാണ് കഥ പോകുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു നെഗറ്റീവ് ഒന്നും പടത്തിനകത്ത് ഫീൽ ചെയ്യത്തില്ല. സുഖമായിട്ടിരുന്ന് പോയി കാണാം. ഒരു 5-ൽ 4 ഔട്ട് ഓഫ് 6 കൊടുക്കാൻ പറ്റിയ സിനിമ. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ല സിനിമ.